അമ്മേ അമ്മേ, ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് അമ്മ കണ്ടോ? സാഷേന്റെ കയ്യിൽ ഒരു പൂമ്പാറ്റ വന്നിരുന്നു. എന്ത് മനോഹരമായിരുന്നു. അതെ സാഷ, ഞാനും കണ്ടു. നീ ഇവിടുത്തെ പൂമ്പാറ്റകളുമായി കൂട്ടായെന്നാണല്ലോ തോന്നുന്നത്. അമ്മേ, എനിക്കൊരു പൂമ്പാറ്റയാവണം. എനിക്കും ചിറക് വേണം. ഓ, ഞാനെന്താ ഇത്ര ബോറായി പോയത്? ശരിക്കും നിനക്കൊരു ചിറകുള്ള പൂമ്പാറ്റയാകണോ? അതെ അമ്മേ, അതെത്ര മനോഹരമായിരിക്കും. ശരി, ചിറക് നഷ്ടപ്പെട്ട ഈ പൂമ്പാറ്റയുടെ കഥ നിനക്ക് തീർച്ചയായും ഇഷ്ടാവും. ചിറക് നഷ്ടപ്പെട്ട പൂമ്പാറ്റയോ? അതെ, കേട്ടോളൂ. ഹായ്, കഥ കേൾക്കാം. ഒരിക്കൽ ലെനി എന്നു പേരായ ഒരു പൂമ്പാറ്റയുണ്ടായിരുന്നു. ലെനി അതിസുന്ദരിയായിരുന്നു. അവൾ കൂടുതൽ സമയവും പലതരം പൂക്കളിൽ നിന്നും തേൻ നുകർന്നുകൊണ്ടിരുന്നു. അവൾ അവളുടെ ചിറകിന്റെ സൗന്ദര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്നു. കൂട്ടുകാരോടൊപ്പം പറക്കുന്ന സമയത്ത് അവൾ അവളുടെ ചിറകിന്റെ സൗന്ദര്യം കാണിക്കാനായി എപ്പോഴും മുൻപേ പറക്കുമായിരുന്നു. ഞാൻ ഇന്ന് പതിവിനേക്കാൾ സുന്ദരിയാണ്. കാലാവസ്ഥയാണ് കാരണമെന്ന് തോന്നുന്നു. എന്റെ കൂട്ടുകാരെ കാണാൻ ഒരു ഭംഗിയുമില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്റെ സൗന്ദര്യം കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടും. ആഹാ, ഇതേ എന്റെ ആരാധകര് വരുന്നുണ്ട്. ആ, അവരെന്നെ പിടിക്കാൻ നോക്കും. അടുത്ത തവണ കാണാൻ കൂട്ടുകാരെ. വാവ്, ആ റോസിനെ നോക്കൂ. അവസാനം എന്റെ അത്രയും സൗന്ദര്യമുള്ള മറ്റൊരാളെ കൂടെ കണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞാൻ അതിന്റെ മുകളിൽ കയറിയിരിക്കും. അങ്ങനെ ലെനിക്ക് അവളുടെ ചിറകുകൾ നഷ്ടപ്പെട്ടു. അവൾ ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടേയിരുന്നു. ചിറക് നഷ്ടപ്പെട്ടതിനാൽ എവിടേക്കും പറക്കാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അവൾ ഒരുപാട് ദുഃഖിതയായി തീർന്നു. കൂട്ടുകാരികൾ പറന്നു നടക്കുന്നത് കണ്ടപ്പോൾ അവൾ കൂടുതൽ വിഷമത്തിലായി. അവളുടെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം നടന്നു. എന്തു പറ്റി സിൻഡ്രല്ല? നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഇന്ന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം നടന്നു ലെനി. ഇന്ന് പാർക്കിൽ കുട്ടികൾ വലിയ വലയായിട്ട് വന്നു. അത് നമ്മൾ പൂമ്പാറ്റകളെ പിടിക്കാൻ ഉപയോഗിക്കുന്നതാ. അവർക്ക് എന്തിനാ പൂമ്പാറ്റകളെ? ആർക്കറിയാം. അവർ പൂമ്പാറ്റകളുടെ ചിറക് വെച്ച് കളിക്കുകയായിരുന്നു. കുറെ പേര് മരിച്ചു. എന്റെ ദൈവമേ, എന്റെ കൂട്ടുകാരെല്ലാം അവരെ കൊന്നു. അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. പക്ഷേ ലെനി, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിനക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇപ്പോൾ നീയും കിടന്നേനെ. ആ വികൃതിയായ കുട്ടികളുടെ വലയ്ക്കകത്ത് നീയും അകപ്പെട്ടേനെ. ഓ, ഞാനത് തീരെ ചിന്തിച്ചില്ല. സാരമില്ല, നിനക്ക് പറ്റിയ അപകടം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ എന്താണ് ചിന്തിക്കുന്നത് സാഷ? ഞാൻ ഈ കഥയുടെ ഗുണപാഠത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. അത് എളുപ്പമല്ലേ? ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കൊരു അനുഗ്രഹമായി മാറാം. ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടില്ലേ? നോക്കൂ, ആ പൂമ്പാറ്റ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, ഞാൻ അവളെ ലെനിന്ന് വിളിക്കും. അവൾ എന്റെ കൂട്ടുകാരിയാ. ശരി ലെനി, ഇനി റോസാക്കൂട്ടത്തിന്റെ ഇടയിൽ പറന്നു നടക്കണ്ട. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.